എന്നും ചെറുപ്പമായിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് വില കൊടുക്കും? സ്വന്തം ജീവൻ തന്നെ പണയം വയ്ക്കാൻ തയ്യാറാണോ? ഈ വർഷത്തെ ഏറ്റവും വലിയ ഹൊറർ സെൻസേഷനായ ദ സബ്സ്റ്റൻസ് എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇതിന്റെ ക്ലൈമാക്സ് കണ്ടാൽ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ അമ്പരന്ന് പോകും. എന്താണ് ആ രഹസ്യം എന്ന് നോക്കാം. സിനിമയുടെ തുടക്കത്തിൽ പ്രധാന കഥാപാത്രമായ എലിസബത്ത് സ്പാർക്കിൾ എന്ന പ്രശസ്ത നടിയെയാണ് കാണിക്കുന്നത്. ഒരു കാലത്ത് ഹോളിവുഡ് അടക്കി വാഴിരുന്ന സുന്ദരിയായ അവൾക്ക് പ്രായമേറിയതോടെ സിനിമകളിൽ അവസരം കുറയുന്നു. അവസാനം അവൾക്ക് ആകെയുണ്ടായിരുന്ന ഒരു എയറോബിക്സ് TV ഷോയിൽ നിന്നും അവളുടെ 50-ാം ജന്മദിനത്തിൽ പ്രൊഡ്യൂസർ അവളെ പുറത്താക്കുന്നു. പുതിയ കാലത്തിന് അനുയോജ്യമായ യുവതിയെ വേണമെന്നായിരുന്നു അയാളുടെ വാദം. മാനസികമായി തകർന്ന എലിസബത്ത് മടങ്ങുന്ന വഴിയിൽ ഒരു കാർ അപകടം സംഭവിക്കുന്നു. പരിക്കുകളോടെ ഹോസ്പിറ്റലിലെത്തിയ എലിസബത്തിന് അവിടെയുള്ള ഒരു വാർഡ് ബോയ് രഹസ്യമായി ഒരു പെൻഡ്രൈവ് നൽകുന്നു. അതിൽ ദ സബ്സ്റ്റൻസ് എന്ന നിഗൂഢമായ ഒരു മരുന്നിനെക്കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പ്രായമായവർക്ക് വീണ്ടും യൗവനം തിരിച്ചു നൽകാൻ സഹായിക്കുന്ന ഒരുതരം ബ്ലാക്ക് മാർക്കറ്റ് ഡ്രഗ് ആയിരുന്നു അത്. ഇതുപയോഗിക്കുന്നതിലൂടെ സ്വന്തം ശരീരത്തിൽ നിന്നും പ്രായം കുറഞ്ഞ കൂടുതൽ മനോഹരമായ മറ്റൊരു ശരീരത്തെ സൃഷ്ടിക്കാൻ സാധിക്കും. എലിസബത്തിന്റെ ബോധം അല്ലെങ്കിൽ ആത്മാവ് ഈ പുതിയ ശരീരത്തിലേക്ക് മാറ്റാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. എന്നാൽ ഇതിന് ചില കർശനമായ നിയമങ്ങളുണ്ട്. പുതിയ ശരീരത്തെ നിലനിർത്താൻ പഴയ ശരീരത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേക ദ്രാവകം ആവശ്യമാണ്. അതുകൊണ്ടുതന്നെ 7 ദിവസം പുതിയ ശരീരത്തിൽ ജീവിച്ചാൽ അടുത്ത 7 ദിവസം പഴയ ശരീരത്തിലേക്ക് തന്നെ മടങ്ങണം. ഈ ബാലൻസ് തെറ്റിച്ചാൽ അത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. ആദ്യം ഇതൊക്കെ വെറും അസംബന്ധമാണെന്ന് കരുതിയ എലിസബത്ത് ആ പെൻഡ്രൈവ് ചവറ്റുകുട്ടയിലേക്ക് എറിയുകയാണ് ചെയ്യുന്നത്. സൗന്ദര്യത്തിനും പ്രശസ്തിക്കും വേണ്ടി മനുഷ്യൻ എത്രത്തോളം താഴെ പോകും എന്നതിൻ്റെ ഭീകരമായ തുടക്കമാണ് നമ്മളിവിടെ കാണുന്നത്. ആദ്യം മടിച്ചുവെങ്കിലും പിന്നീട് പ്രശസ്തി നഷ്ടപ്പെടുന്നതിലുള്ള സങ്കടം സഹിക്കാൻ വയ്യാതെ എലിസബത്ത് ആ കമ്പനിയെ ബന്ധപ്പെടുകയും സബ്സ്റ്റൻസ് ഓർഡർ ചെയ്യുകയും ചെയ്യുന്നു. ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് അവൾക്ക് ആ കിറ്റ് ലഭിക്കുന്നത്. അതിൽ 4 പ്രധാനപ്പെട്ട സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. 1. കോശങ്ങളെ വേഗത്തിൽ വിഭജിച്ച് പുതിയ ശരീരമുണ്ടാക്കുന്ന ആക്ടിവേറ്റർ സിറം. 2. പുതിയ ശരീരത്തെ 7 ദിവസം നിലനിർത്താൻ പഴയ ശരീരത്തിൽ നിന്നും ദ്രാവകം വലിച്ചെടുത്ത് നൽകുന്ന സ്റ്റെബിലൈസർ ഇഞ്ചക്ഷനുകൾ. 3. ബോധം അല്ലെങ്കിൽ ആത്മാവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള സ്വിച്ചിങ് ട്യൂബുകൾ. 4. അബോധാവസ്ഥയിൽ കിടക്കുന്ന ശരീരത്തിന് പോഷകാഹാരം നൽകാനുള്ള പ്രത്യേക ദ്രാവകം. എലിസബത്ത് ആക്ടിവേറ്റർ സിറം തൻ്റെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നതോടെ ഭീകരമായ വേദന അനുഭവിക്കുന്നു. അവരുടെ പുറംഭാഗം പിളർന്ന് അതിമനോഹരമായ ഒരു യുവതി പുറത്തേക്ക് വരുന്നു. എലിസബത്തിന്റെ ആത്മാവ് ഇപ്പോൾ ആ പുതിയ ശരീരത്തിലാണ്. അവൾ തൻ്റെ പഴയ ശരീരത്തിലെ മുറിവുകൾ തുന്നിക്കെട്ടി അതിനെ വീട്ടിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. എലിസബത്തിന്റെ പഴയ ശരീരത്തിൽ നിന്നും സ്റ്റെബിലൈസർ ദ്രാവകം എടുത്ത് കുത്തിവെച്ചതോടെ അവൾക്ക് പൂർണ്ണമായ ഊർജ്ജം ലഭിക്കുന്നു. അവൾ തൻ്റെ പേര് സൂ എന്ന് മാറ്റുന്നു. തന്നെ പുറത്താക്കിയ അതേ TV ഷോയുടെ ഓഡിഷന് സൂ എത്തുന്നു. അവളുടെ സൗന്ദര്യം കണ്ട് പ്രൊഡ്യൂസർ അമ്പരന്ന് പോവുകയും ഉടൻ തന്നെ അവളെ ഹയർ ചെയ്യുകയും ചെയ്യുന്നു. സൂവിൻ്റെ ഷോ വളരെ പെട്ടെന്ന് തന്നെ വലിയ ഹിറ്റായി മാറുന്നു. 7 ദിവസം സൂവായി പ്രശസ്തിയുടെ കൊടുമുടിയിൽ ജീവിക്കുമ്പോൾ അടുത്ത 7 ദിവസം പഴയ എലിസബത്തായി വീട്ടിൽ ഒതുങ്ങിക്കൂടണം എന്നതായിരുന്നു നിബന്ധന. ആദ്യം ഇതെല്ലാം ഭംഗിയായി നടന്നെങ്കിലും പ്രശസ്തിയുടെ ലഹരി സൂവിനെ മാറ്റാൻ തുടങ്ങി. 7 ദിവസം കഴിഞ്ഞ് എലിസബത്തിന്റെ ശരീരത്തിലേക്ക് മടങ്ങേണ്ട സമയമായിട്ടും അവൾ അത് ചെയ്യാതെ വൈകിപ്പിക്കുന്നു. ഒരു ദിവസം അവൾ ഒരു യുവാവിനെ തൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തുകയും നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് സമയം അതിക്രമിച്ചും സൂവിൻ്റെ ശരീരത്തിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇത് അവൾക്ക് വരുത്താൻ പോകുന്ന വലിയ വിനത്തിൻ്റെ തുടക്കമായിരുന്നു. എന്നാൽ ഇതേ സമയം സൂവിൻ്റെ ആരോഗ്യനില പതുക്കെ മോശമാകാൻ തുടങ്ങുന്നു. സൂ എന്ന രൂപത്തിൽ അവളുടെ 7 ദിവസത്തെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇനി എലിസബത്തിന്റെ യഥാർത്ഥ ശരീരത്തിലേക്ക് തിരിച്ചു പോകേണ്ട നിമിഷമാണ്. എന്നാൽ തൻ്റെ പുതിയ ജീവിതവും ആനന്ദവും അവസാനിപ്പിക്കാൻ സൂവിനൊട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് എലിസബത്തിന്റെ ശരീരത്തിൽ നിന്നും കൂടുതൽ സ്റ്റെബിലൈസിംഗ് ലിക്വിഡ് അവൾ എടുത്ത് കുത്തിവെക്കുന്നു. ഇത് സൂവിനെ പഴയ ഊർജ്ജത്തിലേക്ക് തിരികെ എത്തിക്കുകയും അവൾ തൻ്റെ സുഹൃത്തുമായി സമയം ചിലവഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് ശരീരം മാറിയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി. പിറ്റേന്ന് രാവിലെ എലിസബത്ത് ഉണർന്നു നോക്കുമ്പോൾ തൻ്റെ ഒരു വിരൽ പൂർണ്ണമായും അഴുകി തുടങ്ങിയത് കണ്ട് അവൾ നടുങ്ങിപ്പോകുന്നു. നിശ്ചിത സമയപരിധി ലംഘിച്ച് സൂ ലിക്വിഡ് എടുത്തതുകൊണ്ടാണ് എലിസബത്തിന്റെ ശരീരം ഇങ്ങനെ നശിക്കാൻ തുടങ്ങിയത്. പരിഭ്രാന്തിയോടെ എലിസബത്ത് ആ സബ്സ്റ്റൻസ് കമ്പനിയിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ഇതിന് ചികിത്സയില്ലെന്നാണ് അവർ മറുപടി പറയുന്നത്. 7 ദിവസം എന്ന നിയമം കൃത്യമായി പാലിച്ചില്ലെങ്കിൽ അവളുടെ യഥാർത്ഥ ശരീരം ഇനിയും മോശമാകും എന്ന വലിയൊരു മുന്നറിയിപ്പാണ് അവർ അവൾക്ക് നൽകുന്നത്. സ്വന്തം ശരീരത്തോടും നിയമങ്ങളോടും അവൾ കാണിച്ച അശ്രദ്ധ വലിയൊരു അപകടത്തിന്റെ തുടക്കമായിരുന്നു എന്നവൾ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഒരു ദിവസം എലിസബത്ത് യാദൃശ്യമായ ഒരു വൃദ്ധനെ കാണാനിടയാകുന്നു. അയാളുടെ കയ്യിലുള്ള ഒരു പ്രത്യേക അടയാളം കണ്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോകുന്നു. കാരണം മുൻപ് അവൾക്ക് പെൻഡ്രൈവ് നൽകിയ ആശുപത്രിയിലെ ആ വാർഡ് ബോയിയുടെ കയ്യിലും കൃത്യം ഇതേ അടയാളമുണ്ടായിരുന്നു. കൂടാതെ സബ്സ്റ്റൻസ് പാർസലുകൾ എടുക്കാൻ ഉപയോഗിക്കുന്ന ലോക്കർ കാർഡും അയാളുടെ പക്കൽ കണ്ടതോടെ ആ വൃദ്ധൻ ആ വാർഡ് ബോയിയുടെ യഥാർത്ഥ രൂപമാണെന്ന് അവൾക്ക് ഉറപ്പാകുന്നു. എന്തിനാണ് തന്നെ പിന്തുടരുന്നത് എന്ന് എലിസബത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി അവളെ തളർത്തിക്കളഞ്ഞു. തൻ്റെ ഉള്ളിൽ നിന്നും ജനിച്ച ആ പുതിയ സുന്ദര രൂപം അവളുടെ ശരീരത്തെ കാർന്ന് തിന്നു തുടങ്ങിയോ എന്നായിരുന്നു അയാളുടെ ഭയാനകമായ ചോദ്യം. ഇത് കേട്ട് ഭയന്നോടിയ എലിസബത്ത് ഇടയ്ക്ക് വെച്ചൊരു യുവാവിൻ്റെ മേൽ ചെന്ന് തട്ടുന്നു. അത് മറ്റാരുമായിരുന്നില്ല, സൂ എന്ന രൂപത്തിൽ അവൾ പ്രണയിക്കുകയും സമയം ചിലവഴിക്കുകയും ചെയ്ത അതേ വ്യക്തിയായിരുന്നു. എന്നാൽ പ്രായമായ എലിസബത്തിന്റെ ഇപ്പോഴത്തെ രൂപം കണ്ടപ്പോൾ അയാൾക്ക് അവളെ തിരിച്ചറിയാൻ കഴിയുന്നതില്ലെന്ന് മാത്രമല്ല വളരെ ദേഷ്യത്തോടെ അവളെ പാതയോരത്തേക്ക് തള്ളിമാറ്റുകയും ചെയ്യുന്നു. ഈ ക്രൂരമായ പെരുമാറ്റത്തിലൂടെ ലോകം തൻ്റെ യൗവനത്തെയും ബാഹ്യ സൗന്ദര്യത്തെയും മാത്രമാണ് സ്നേഹിക്കുന്നതെന്നും
തൻ്റെ യഥാർത്ഥ വ്യക്തിത്വത്തിന് ആരുടെ മുന്നിലും വിലയില്ലെന്നും എലിസബത്ത് നടുക്കത്തോടെ മനസ്സിലാക്കുന്നു. പഴകിപ്പോയ തൻ്റെ വയസ്സായ രൂപം കണ്ടപ്പോൾ എലിസബത്തിന് പഴയ സുഹൃത്ത് ഫ്രെഡിനെ ഓർമ്മ വരുന്നു. ഒരു കാലത്ത് അവളെ സത്യമായി ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു ഫ്രെഡ്. അതുകൊണ്ട് തന്നെ എലിസബത്ത് അവനെ വിളിച്ച് ഒരു ഡേറ്റിന് പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഡേറ്റിനായി റെഡിയാകുമ്പോൾ അവളുടെ കണ്ണ് വീണ്ടും സൂവിൻ്റെ ചെറുപ്പവും പെർഫെക്റ്റുമായ ശരീരത്തിലേക്ക് പോകുന്നു. അതോടെ അവളിലുള്ളിൽ വലിയ അസൂയ പിറക്കുന്നു. സൂവിനെ പോലെ കാണാൻ എലിസബത്ത് കനത്ത മേക്കപ്പ് ഇടുന്നു, പല രീതിയിൽ ശ്രമിക്കുന്നു. പക്ഷേ എത്ര ചെയ്താലും അവൾക്ക് ആ സൂവിൻ്റെ അത്ര ഗ്ലാമറസ് ലുക്ക് ലഭിക്കുന്നില്ല. അവസാനം സ്വന്തം രൂപത്തെ തന്നെ വെറുത്ത് കോപത്തിൽ അവൾ മേക്കപ്പ് എല്ലാം തുടച്ചു കളയുകയും ഡേറ്റ് ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ വീണ്ടും സൂവിൻ്റെ ശരീരത്തിലേക്ക് മാറി ജീവിക്കാൻ തീരുമാനിക്കുന്നു. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ സൂവിൻ്റെ ലൈഫ് അതിവേഗം മാറി തുടങ്ങുന്നു. ഒരു ദിവസം പ്രമുഖ TV ഷോയുടെ പ്രൊഡ്യൂസർ അവളെ ഓഫീസിൽ വിളിച്ച് ചാനലിലെ ഏറ്റവും വലിയ ന്യൂ ഇയർ നൈറ്റ് ഷോ ഹോസ്റ്റ് ചെയ്യാൻ ഓഫർ നൽകുന്നു. അതൊരു വലിയ അവസരമായതിനാൽ സൂ ഉടനെ സമ്മതിക്കുന്നു. അതിനുശേഷം വമ്പൻ ബ്രാൻഡുകളുടെ ആഡുകളും പ്രൊമോഷനുകളും എല്ലാം അവളെ തേടിയെത്തുന്നു. സൂവിൻ്റെ കരിയർ കുത്തനെ ഉയരുമ്പോൾ അവൾ ജോലിയിൽ പൂർണ്ണമായി മുഴുകിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞ് എലിസബത്തിൻ്റെ ശരീരത്തിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായിട്ടും അവൾ കുറച്ചു ദിവസങ്ങൾ കൂടി സൂ ആയി തുടരാൻ തീരുമാനിക്കുന്നു. അതിനായി എലിസബത്തിൻ്റെ ശരീരത്തിൽ നിന്നും ആവശ്യത്തിനധികം സ്റ്റെബിലൈസർ ലിക്വിഡ് അവൾ എടുത്തുപയോഗിക്കുന്നു. പക്ഷേ അതിൻ്റെ ഭീകരഫലം പിന്നീട് കാണാൻ തുടങ്ങും. ഏറെ ദിവസങ്ങൾക്ക് ശേഷം എലിസബത്ത് ബോധം പ്രാപിച്ച് വീട്ടിലെ അവസ്ഥ കാണുമ്പോൾ അവൾക്ക് സൂവിനോട് കനത്ത ദേഷ്യം തോന്നുന്നു. കോപത്തിൽ അവൾ എലിസബത്തിൻ്റെ ശരീരത്തിൽ നിന്നും കൂടുതൽ സ്റ്റെബിലൈസർ ലിക്വിഡ് എടുത്ത് ഇനി ഒരിക്കലും പഴയ രൂപത്തിലേക്ക് മടങ്ങാതെ എന്നും സൂവായി ജീവിക്കാൻ തീരുമാനിക്കുന്നു. ഇങ്ങനെ 3 മാസം കടന്നു പോകുന്നു. എലിസബത്ത് ബോധമില്ലാതെ കിടക്കുമ്പോൾ സൂവിൻ്റെ ജീവിതം പുറത്ത് വലിയ ആഘോഷമായി തുടരുന്നു. പക്ഷേ ന്യൂ ഇയർ ഷോയ്ക്ക് ഒരു ദിവസം മാത്രം ബാക്കിയിരിക്കെ സ്റ്റെബിലൈസർ ലിക്വിഡ് പൂർണ്ണമായി തീർന്നിരുന്നു. അതോടെ പാനിക്കായ സൂ അവസാന ശ്രമമായി വീണ്ടും എലിസബത്തിൻ്റെ ശരീരത്തിൽ നിന്നും ലിക്വിഡ് എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇത്തവണ എലിസബത്തിൻ്റെ ശരീരത്തിൽ നിന്നും സ്റ്റെബിലൈസർ ലിക്വിഡ് പുറത്തേക്ക് വരില്ല, കാരണം അത് പൂർണ്ണമായും തീർന്നിരുന്നു. അതോടെ സൂവിൻ്റെ ആരോഗ്യനില വേഗത്തിൽ മോശമാകാൻ തുടങ്ങുന്നു. ഭയന്നുപോയ അവൾ ഉടൻ തന്നെ ആ സബ്സ്റ്റൻസ് കമ്പനിയിലേക്ക് വിളിക്കുന്നു. അവിടെ നിന്ന് അവർ പറയുന്നത് ഒരു കാര്യം മാത്രമാണ്: പുതിയ സ്റ്റെബിലൈസർ തയ്യാറാക്കാൻ അവൾ നിർബന്ധമായും യഥാർത്ഥ ശരീരത്തിലേക്ക് തിരികെ പോകണം. വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് സൂ വീണ്ടും എലിസബത്തിൻ്റെ ശരീരത്തിലേക്ക് മടങ്ങുന്നു. പക്ഷേ ഇപ്പോൾ ആ ശരീരം ഭയപ്പെടുത്തുന്ന രീതിയിൽ മാറിയിരുന്നു. അവൾ വളരെ വയസ്സായതും കൂനിയതും മുടിയില്ലാത്തതുമായ ഒരു അവസ്ഥയിലായിരുന്നു. സ്വന്തം ഈ ദുരവസ്ഥയ്ക്ക് കാരണം സൂ തന്നെയാണെന്ന് എലിസബത്ത് വിശ്വസിക്കുന്നു. അതിനാൽ അവൾ കോപത്തോടെ കമ്പനിയിലേക്ക് വിളിച്ച് ഈ സബ്സ്റ്റൻസ് പ്രോഗ്രാം അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അവർ അവൾക്കൊരു ടെർമിനേഷൻ സിറം അയച്ചു തരുന്നു. ആ ഇഞ്ചക്ഷൻ ഉപയോഗിച്ചാൽ യങ് ബോഡിയെ സ്ഥിരമായി ഇല്ലാതാക്കി ഈ മുഴുവൻ കളിയും അവസാനിപ്പിക്കാമായിരുന്നു. എലിസബത്ത് അത് സൂവിൻ്റെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അപ്പോൾ അവൾക്ക് പെട്ടെന്ന് ന്യൂ ഇയർ നൈറ്റ് ഷോ ഓർമ്മ വരുന്നു. ഒരിക്കൽ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ വലിയ സ്റ്റേജ് വീണ്ടും അവളുടെ മനസ്സിൽ നിറയുന്നു. അതുകൊണ്ട് അവസാന നിമിഷത്തിൽ അവൾ ഇഞ്ചക്ഷൻ പൂർണ്ണമായി ഉപയോഗിക്കുന്നത് നിർത്തുന്നു. ഒരവസരം കൂടി സ്വന്തമാക്കാൻ അവൾ തീരുമാനിക്കുന്നു. അതിനായി വീണ്ടും സൂവിൻ്റെ ശരീരത്തിലേക്ക് മാറി ആ ഷോ ഹോസ്റ്റ് ചെയ്യാൻ അവൾ തയ്യാറാകുന്നു. ശേഷം സ്വിച്ചിങ് ട്യൂബുകൾ വീണ്ടും കണക്ട് ചെയ്ത് സൂവിനെ ഉണർത്താൻ ശ്രമിക്കുന്നു. ഇതുവരെ ഒരാത്മാവ് ഒരേ സമയം ഒരു ശരീരത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ടെർമിനേഷൻ സിറത്തിൻ്റെ റിയാക്ഷൻ കാരണം അവരുടെ കോൺഷ്യസ്നെസ് രണ്ടായി പിരിഞ്ഞ് 2 ശരീരങ്ങളിലേക്കും പോകുന്നു. അങ്ങനെ ആദ്യമായി 2 പേരും ഒരേ സമയം ജീവനോടെ ഉണരുന്നു. ബോധം വന്ന ഉടനെ സൂവിൻ്റെ കണ്ണ് ടെർമിനേഷൻ ഇഞ്ചക്ഷനിലേക്ക് പോകുന്നു. എലിസബത്ത് തന്നെ കൊല്ലാൻ ശ്രമിച്ചതായി അവൾ കരുതുന്നു. അതോടെ ഭ്രാന്തമായ കോപത്തിൽ സൂ എലിസബത്തിനെ ക്രൂരമായി അടിച്ചുകൊണ്ട് കൊന്നുകളയുന്നു. പിന്നീട് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പോലെ അവൾ ന്യൂ ഇയർ ഷോ ഹോസ്റ്റ് ചെയ്യാൻ സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. എന്നാൽ മേക്കപ്പ് ചെയ്യുന്നതിനിടയിൽ അവളുടെ ശരീരാവസ്ഥ വീണ്ടും മോശമാകാൻ തുടങ്ങുന്നു. അവൾ വാഷ്റൂമിലേക്ക് ഓടിപ്പോകുമ്പോൾ അവളുടെ പല്ലുകൾ ഒന്നിനു പിന്നാലെ ഒന്ന് വീഴാൻ തുടങ്ങുന്നു. നഖങ്ങളും ചെവിയുടെ ഭാഗങ്ങളും പതിയെ പതിയെ അഴുകിപ്പോകുന്നു. കാരണം അവൾക്കിനി സ്റ്റെബിലൈസർ ലിക്വിഡ് അത്യാവശ്യമായിരുന്നു. അതിനൊപ്പം തന്നെ യഥാർത്ഥ ശരീരമായ എലിസബത്തിനെ അവൾ കൊന്നുകളഞ്ഞതുകൊണ്ട് അവളുടെ ലൈഫ് ഫോഴ്സും പകുതിയായി കുറഞ്ഞിരുന്നു. സ്വന്തം ശരീരം നിയന്ത്രണാതീതമായി തകരുന്നത് കണ്ട സൂ അവസാന ശ്രമമായി വീണ്ടും ആ ആക്ടിവേറ്റ് സീറം ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു. പുതിയൊരു യങ് വേർഷൻ ഉണ്ടാക്കിയാൽ താൻ രക്ഷപ്പെടാമെന്ന് അവൾ കരുതുന്നു. കമ്പനി ആ സീറം ഒരു തവണ മാത്രം ഉപയോഗിക്കണമെന്ന് കർശനമായി പറഞ്ഞിരുന്നെങ്കിലും സൂ അതൊന്നും പരിഗണിക്കാതെ വീട്ടിലെത്തി വീണ്ടും ഇഞ്ചക്ഷൻ എടുക്കുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു. പുതിയൊരു സുന്ദര രൂപമുണ്ടാകുന്നതിന് പകരം എലിസബത്തിൻ്റെയും സൂവിൻ്റെയും ഭീകരമായ ഒരു കോമ്പിനേഷൻ രൂപപ്പെടുന്നു. മനുഷ്യനെന്ന് പോലും വിളിക്കാനാകാത്ത ഒരു വിചിത്ര ശരീരം. അതിൻ്റെ ശരീരാവയവങ്ങൾ പോലും ശരിയായ സ്ഥാനങ്ങളിലുണ്ടായിരുന്നില്ല. എല്ലാം തെറ്റായ രീതിയിൽ വളർന്ന ഒരു ഭീകര ജീവിയെപ്പോലെ അത് മാറിയിരുന്നു. ഇത്ര ഭീകരമായ അവസ്ഥയിലായിട്ടും എലിസബത്ത് അവസാനമായി ആ ന്യൂ ഇയർ ഷോയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. സ്വന്തം പഴയ ഗ്ലാമർ ഫോട്ടോ മുഖത്തിന് മുകളിൽ ഒട്ടിച്ച് എങ്ങനെയോ അവൾ ആ സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ വലിയ ബിസിനസ്സുകാരും സെലിബ്രിറ്റികളും നിറഞ്ഞ ഒരു വമ്പൻ പരിപാടിയായിരുന്നു നടക്കുന്നത്. എന്നാൽ അവളെ കണ്ട നിമിഷം എല്ലാവരും ഞെട്ടിപ്പോകുന്നു. കാരണം സ്റ്റേജിലേക്ക് എത്തിയിരുന്നത് ഒരു മനുഷ്യനല്ല, ഭീകര രൂപം ധരിച്ച ഒരു ജീവിയായിരുന്നു. ആളുകൾ ഭയന്നോടിത്തുടങ്ങുന്നു. മുഴുവൻ സ്ഥലവും പാനിക്കിലാകുന്നു. ചിലർ അവളെ ആക്രമിക്കാനും തുടങ്ങുന്നു. അടികളും തള്ളലുകളും കൊണ്ട് എലിസബത്തിൻ്റെ ശരീരം ഗുരുതരമായി പരിക്കേൽക്കുന്നു. പിന്നാലെ അവളുടെ ശരീരത്തിൽ നിന്ന് രക്തം പൊട്ടിത്തെറിക്കുന്ന പോലെ ഒഴുകാൻ തുടങ്ങുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മുഴുവൻ സ്റ്റേജും ചുവന്ന രക്തത്തിൽ മുങ്ങിപ്പോകുന്നു. വലിയ സ്വപ്നങ്ങൾ കണ്ട ആ സ്റ്റേജ്
ഒടുവിൽ അവളുടെ ഭീകര അന്ത്യം കാണുന്ന സ്ഥലമായി മാറുന്നു. അതിനുശേഷം എങ്ങനെയോ അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇഴഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ വഴിയിൽ വെച്ച് അവളുടെ ഒരു ഭാഗം പൊട്ടിത്തെറിച്ച് വേർപെടുന്നു. ബാലൻസ് നഷ്ടപ്പെട്ട് അവൾ നിലത്തേക്ക് വീഴുന്നു. വീണ ആഘാതത്തിൽ അവളുടെ ശരീരം പല കഷ്ണങ്ങളായി ചിതറിപ്പോകുന്നു. അപ്പോൾ ആ ശരീരാവശിഷ്ടങ്ങൾക്കുള്ളിൽ നിന്ന് ഇഴഞ്ഞു പുറത്തു വരുന്നത് എലിസബത്തിന്റെ മുഖം മാത്രമായിരുന്നു. അത് പതുക്കെ നീങ്ങി വർഷങ്ങൾക്ക് മുമ്പ് അവൾക്കായി നിർമ്മിച്ചിരുന്ന സ്റ്റാർ ഷേപ്പ് സ്മാരകത്തിന്റെ അടുത്തെത്തുന്നു. ഒരു കാലത്ത് ആരാധകർ ആഘോഷിച്ചിരുന്ന അതേ സ്ഥലത്ത് അവളുടെ അവസാന നിമിഷം എത്തിച്ചേരുന്നു. അവിടെ കിടന്നുകൊണ്ട് എലിസബത്ത് ആകാശത്തേക്ക് നോക്കുന്നു. അവളുടെ മനസ്സിൽ ഇപ്പോഴും ഒരേയൊരു സ്വപ്നം മാത്രം. ആയിരക്കണക്കിന് ആളുകൾ തൻ്റെ പേര് വിളിച്ച് കൈയടിക്കുന്ന കാഴ്ച. അവൾ വീണ്ടും ഒരു സ്റ്റാർ ആയതായി സങ്കല്പിക്കുന്നു. പക്ഷേ ആ സ്വപ്നവും കുറച്ച് നിമിഷങ്ങൾക്കകം അവസാനിക്കുന്നു. പതിയെ അവളുടെ മുഖം ഉരുകി രക്തമായി മാറുന്നു. അടുത്ത ദിവസം രാവിലെ ഒരു ക്ലീനിംഗ് മെഷീൻ വന്ന് ആ രക്തക്കറകൾ സാധാരണ അഴുക്ക് പോലെ വൃത്തിയാക്കി നീക്കുന്നു. ഒരു കാലത്ത് ലോകം ആരാധിച്ചിരുന്ന ഒരു നടിയുടെ ജീവിതം അങ്ങനെ ഒരു പാടുപോലും ശേഷിക്കാതെ അവസാനിക്കുന്നു. അങ്ങനെ ഈ സിനിമ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് മൂവി എക്സ്പ്ലനേഷൻസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യൂ.